ഇത് ജാർഖണ്ഡിലെ പാക്കൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, ഗ്രാമം. ഇവിടെ കർത്താവിൻ്റെ ദാസൻ അലക്സ് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇവിടെ ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള കുട്ടികൾക്ക് താമസിക്കുവാനുള്ള ഹോസ്റ്റല്, അതുപോലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാക്കൂർ വളരെ മനോഹരമായിരിക്കുന്നൊരു പ്രദേശമാണ്. ഇത് അലക്സ് ബ്രദറിൻ്റെ വീടാണ്. ഇത് വളരെ മനോഹരമായിരിക്കുന്നൊരു കാഴ്ചയാണ്. അതിലുള്ള ചെടികളും പൂവുകളും പുഷ്പങ്ങളൊക്കെ നിൽക്കുന്നു. അലക്സ് ബ്രദറിൻ്റെ ഭവനം ഇതാണ്. അലക്സ് ബ്രദറിൻ്റെ വീടാണിത്. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. ഈ ദിവസങ്ങളിൽ ഇവിടെയാണ് മീറ്റിങ്ങുകൾ നടക്കുന്നത്. ജാർഖണ്ഡ് വളരെ മനോഹരമായിരിക്കുന്നൊരു പ്രദേശം. ഇവിടെ ഇരിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിവിടെ മീറ്റിംഗ് ഇരുന്ന് സംസാരിക്കുവാനൊക്കെയുള്ള വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഫ്രൂട്ട്സുകൾ, വളരെ നിറച്ച് ഫ്രൂട്ട്സുകളുണ്ട്. ഇവിടെ ഫ്രൂട്ട്സുകൾ കുറേ പേര, അതുപോലെ തന്നെ മറ്റനേക ഫ്രൂട്ട്സുകൾ, അതുപോലെ തെങ്ങ്, വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് അദ്ദേഹം ഒരു 2008 ഇവിടെ വന്ന് മിഷൻ വർക്ക് തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ സ്കൂള്, അതുപോലെ ഓർഫൺ കുഞ്ഞുങ്ങൾ, അവർക്ക് താമസിക്കുവാനുള്ള സ്ഥലം, അതുപോലെ പ്രിയ ബ്രദറിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇത് വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ്. ഈ വീടും സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായി. ഇതിവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇതിൻ്റെ മുൻവശവും അതുപോലെ വയൽ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. വയലൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലം. ഇതുകൊണ്ട് വയലേലകളാണ്. ഇവിടെ പാടശേഖരങ്ങളാണ്. ഈ പാടശേഖരങ്ങളിലെ അരികിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ സ്ഥാപനം അനേക വർഷങ്ങളായി ഇവിടെ ദൈവം നിലനിർത്തിയിരിക്കുന്നു. ഇത് ഈ ജാർഖണ്ഡിൽ ഇത്രമാത്രം ദൈവം തന്നെ ഉപയോഗിച്ചു. ഇതിൻ്റെ കെട്ടിടങ്ങൾ ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇത് സ്കൂളാണ്. ഇവിടെ 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെയുള്ള സ്കൂള്, ഗ്രാമീണ സ്കൂളുണ്ട്. ഈ സ്കൂളും വളരെ മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ കാഴ്ച നമ്മെ വളരെ മനോഹരമാക്കുന്ന കാഴ്ചയാണ്. ഇന്ന് കർത്താവിനെ ഇവിടെ ആരാധിക്കുവാൻ ഇടയായി. ഇത് സ്കൂളിലെ ബെഞ്ചൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഈ സ്കൂളാണിത്, അലക്സ് ഫൗണ്ടേഷൻ. ഇതാണതിൻ്റെ ബോർഡ്. ഇത് ഇവിടെ എഴുതിയേക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഈ കെട്ടിട സമുച്ചയം. അഡ്മിഷൻ ഓപ്പൺ. ഇവിടെ ബോർഡ് സ്കൂൾ അഡ്മിഷൻ ഓപ്പൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് സ്കൂളിലേക്ക് ഇവിടുത്തെ വണ്ടിയാണ്, ഇത് ഇറങ്ങി പോവുകയാണ്. ഇത് ഇവിടെയുള്ള വാഹനം, ഇവിടെയുള്ള സഹോദരിമാരാണ് ഇവർ വർക്ക് ചെയ്യുകയാണ്. ഈ സ്കൂളിലെ ബെഞ്ചുകളൊക്കെ ഇട്ട് റെഡിയാക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശം. തമിഴ്നാട്ടിൽ പുളിയൻകുടിയിൽ നിന്ന് ഇവിടെ വന്ന് വർഷങ്ങളായി കർത്താവിൻ്റെ വേലയും സോഷ്യൽ വർക്കും ചെയ്യുന്ന സഹോദരനാണ് അലക്സ്. അത് വളരെ മനോഹരമായ കാഴ്ച. ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം പാടശേഖരങ്ങളാണ്, കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന പാടശേഖരങ്ങൾ. അതുകൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു. ഈ സ്ഥാപനം ദൈവം അവരെ ഏൽപ്പിച്ചതാണ്.
ഈ പാടശേഖരങ്ങളും ഈ കെട്ടിടങ്ങളൊക്കെ ദൈവം അവരെ ഏൽപ്പിച്ചു. പാടശേഖരങ്ങൾ കൃഷി നടത്തുന്നു. കുറേ മറ്റുള്ള ആളുകളുടെ പാടശേഖരങ്ങളാണിത്. ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് തരുന്നു. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് കടന്നു വന്ന് ഈ മിഷൻ വർക്ക് ചെയ്യാൻ പ്രിയ സഹോദരന് ദൈവം ഇടയാക്കി. തൻ്റെ വീടാണിവിടെ. മിഷണറിമാരൊക്കെ വരുമ്പോൾ താമസിക്കുവാനൊക്കെയുള്ള സ്ഥലം. വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ച. ഈ ജാർഖണ്ഡിൽ ദൈവം തന്നെ ഉപയോഗിക്കുന്നു. അലക്സ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ഈ വിഷൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഫോർ ദ സേവിയർ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതിൽ ഫോളോ ചെയ്യാം. ഫോർ ദ സേവിയർ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മനോഹരമായിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.